എന്താണ് BIM? പല ആൾക്കാരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സോ ഇതിനുള്ള ആൻസറായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. BIM മീൻസ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. ഇതിൻ്റെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ബിൽഡിങ്ങിൻ്റെ ഇൻഫർമേഷൻ തരുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ മൊഡ്യൂൾസാണ് BIM എന്നുള്ളത്. സോ ഇതെങ്ങനെയാണ് നമുക്കൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ യൂസേജ് ആയിട്ട് വരുന്നത് എന്നുള്ളതും നമുക്കെങ്ങനെ ഒരു BIM എക്സ്പേർട്ട് ആവാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് വന്നിരിക്കുന്നത് ആദ്യം പെൻ ആൻഡ് പേപ്പർ അല്ലെങ്കിൽ പെൻസിൽ ആൻഡ് പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടാണ്. ദെൻ നമുക്ക് വന്നു ഓട്ടോകാഡ് വന്നു നമ്മളുടെ വർക്ക് കുറച്ചും കൂടി ഈസിയായി അല്ലേ. പെൻ ആൻഡ് പേപ്പറിലുള്ള ഒരു കാര്യങ്ങൾ വരച്ചിട്ട്, ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ് വരച്ചിട്ട് ദെൻ ഇഫ് വി നീഡ് സ്ട്രക്ചറൽ ഡ്രോയിങ്, നമ്മൾ ഈ ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഒന്നും കൂടി ഫുള്ളായിട്ട് വരക്കണം പെൻ ആൻഡ് പേപ്പർ ആണെങ്കിൽ. ഓട്ടോകാഡ് വന്നപ്പോൾ എന്തായി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, ഈസിയായി. ഓക്കെ, എന്നാലും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. BIM വരുമ്പോൾ ഈ കോപ്പി പേസ്റ്റിങ്ങും വേണ്ട. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ BIM വരികയാണെങ്കിൽ നമുക്ക് ഒരു മോഡ്യൂളിൽ ഒരു മോഡലിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഈസിയായി. ഓക്കെ, അതാണ് BIMൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുകയാണ്. പെൻ ആൻഡ് പേപ്പർ, ദെൻ ഓട്ടോകാഡ്, ദെൻ BIMലെത്തുമ്പോൾ നമ്മളുടെ ലൈഫ് ഒന്നും കൂടി ഈസിയായി. ഒരുപാട് റീവർക്കിങ്ങുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി. ക്ലയൻറ്റിനാണെങ്കിലും ടീമിനാണെങ്കിലും ഒരു 3D വിഷ്വലൈസേഷൻ കുറച്ചും കൂടി ഈസിയായി. കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ എടുക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് പ്രീ ടെൻഡറിങ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഡിസൈൻ സ്റ്റേജിൽ എടുക്കാൻ പറ്റി. എന്തുകൊണ്ടാണ്? BIMലാകുമ്പോൾ നമുക്ക് ക്ലാഷസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി പിക്ചോറിയലായിട്ട് 3D വിഷ്വലൈസേഷനായിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എക്സിക്യൂഷൻ്റെ ഡിലേസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് BIM കൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കുറച്ചും കൂടി ഈസി ആയത്. ഇനി ഒരു BIM എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി അല്ലെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ BIM പഠിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, മുമ്പ് നമ്മൾ പല ആൾക്കാരും ഓട്ടോകാഡിൻ്റെ കോഴ്സുകളിൽ പോയിട്ടുണ്ടായിരുന്നു, ഡ്രാഫ്റ്റിംഗ് കോഴ്സ്. ഓക്കെ, ഇപ്പം ഓട്ടോകാഡിൻ്റെ കോഴ്സിന് ആൾക്കാർ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് ഇപ്പോൾ ഓട്ടോകാഡ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം വന്നിരിക്കുന്ന ടെക്നോളജിയാണ് BIM അറിയാത്ത ആൾക്കാരാണ് മേജർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ബട്ട് അവർക്ക് BIM അവരുടെ കമ്പനീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കമ്പനി ഓണേഴ്സിനാണെങ്കിൽ ആർക്കാണെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ എന്ത് വേണം? BIM അറിയുന്ന ആൾക്കാരെ വേണം. ദ തിങ് ഈസ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ BIMലൊരു സീനിയർ പോസ്റ്റിലുള്ള ഒരാൾ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 7 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും. കാരണം എന്താണ്? ഇത് റീസെൻ്റായിട്ട് വന്നുള്ള കാര്യമാണ്. ഇത് പഠിച്ചിട്ടുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. സോ അവിടെയാണ് BIM അറിയുന്ന ഒരാൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരും ടെക്നിക്കാലിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഡീവിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ ലിമിറ്റഡാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് തന്നെ ഇത് വേണമെങ്കിൽ പറയാം. ടെക്നോളജി അനുസരിച്ച് ആ ടെക്നോളജി അഡാപ്റ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ബട്ട് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് ആ ടെക്നോളജി അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ UAEയിലോ അല്ലെങ്കിൽ ഖത്തറിലോ അല്ലെങ്കിൽ സൗദിയിലോ ഏതെങ്കിലും മേജർ പ്രൊജക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്രൂവൽസ് നിങ്ങൾ BIMലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻ 2 days നിങ്ങൾക്ക് അപ്രൂവൽസ് കിട്ടും. നേരെ നിങ്ങൾ ഓട്ടോകാഡിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 15 to 21 days. സോ ഒരു കമ്പനി ഫോഴ്സ്ഫുള്ളി BIMലേക്ക് ഇൻകോർപ്പറേറ്റ് ആവുകയാണ്. കാരണം എന്താണ്? അവർക്ക് ഇങ്ങനത്തെ ഡിലേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവിടെ അവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് BIM അറിയുന്ന ആൾക്കാരെ ഈ മാർക്കറ്റിൽ വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളത്. പല ആൾക്കാർക്കും BIMൻ്റെ ടൂൾസ് അറിയാം, ബട്ട് പ്രാക്ടിക്കലി ഇതിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം, BIMലേക്ക് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം, പ്രൊജക്റ്റിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പല ആൾക്കാർക്ക് ഇപ്പോൾ അറിയില്ല. അങ്ങനെ അറിയുന്ന ആൾക്കാർക്ക് മാർക്കറ്റിൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്കൊരു BIM എക്സ്പേർട്ടായിട്ട് മാറാനും പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടാനും പറ്റും. സോ ട്രൈ ടു എക്സ്പ്ലോർ BIM എന്താണെന്നുള്ളതും BIMൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ BIM പഠിക്കുക എന്നുള്ളതും എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ടതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ, BIMൻ്റെ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്തിപ്പെടാവുന്ന ഒരു ഫീൽഡാണ് BIM എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ്.